നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അമ്മിയൂരിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ അമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിന് സമീപമാണ് സംഭവം. ചാവക്കാട് പുന്ന സ്വദേശി പുതുവീട്ടിൽ ഷാഹുൽ ഹമീദാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഷാഹുൽ ഹമീദിന്റെ സഹോദരിയുടെ മകൻ അൻസാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. സ്കൂളിന് മുന്നിൽ നിന്ന് കുട്ടികളെ കയറ്റി പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ എഞ്ചിനിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ഉടൻ തന്നെ ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കിയ ശേഷം ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. തീ ആളിപ്പടരും മുമ്പ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഓട്ടോ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ വിടുന്ന സമയത്ത് വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗതാഗതം നിയന്ത്രിച്ച് കുരുക്ക് ഒഴിവാക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ, ഫയർ ഓഫീസർമാരായ RN അൻവർ, P ആനന്ദ്, R ദീപു, S ഷമീർ, P ഗുരുവായൂരപ്പൻ, സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ യുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചേലാകർമ്മത്തിലെ ചികിത്സാ പിഴവിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ്. സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് ഉത്തരവിറക്കിയത്. ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടി അനുഭവിക്കുന്ന ദുരിതത്തിന് 25 ലക്ഷം രൂപയും ഭാവിയിലെ ശസ്ത്രക്രിയകൾക്ക് 25 ലക്ഷം രൂപയും എന്ന കണക്കിലാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിയായിരിക്കുന്നത്. K മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, മുഹമ്മദ് ഇസ്മായിൽ CV എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റേതാണ് വിധി. കോടതി ചെലവ് കണക്കിലേക്ക് 25,000 രൂപ നൽകാനും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് കൈപ്പറ്റി 30 ദിവസത്തിനകം തുക പരാതിക്കാർക്ക് കൈമാറിയില്ലെങ്കിൽ പരാതി നൽകിയ തീയതി മുതൽ 9% പലിശ കൂടി ഈടാക്കുമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. 23 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ചേലാകർമ്മത്തിലാണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചത്. 2018 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചേലാകർമ്മത്തിനു ശേഷം അണുബാധയേറ്റ കുഞ്ഞിനെ തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. 2 ആഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ് ഭാവിയിൽ ശസ്ത്രക്രിയകൾ ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചായിരുന്നു അന്ന് കുട്ടിയെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചത്. കുട്ടിക്ക് അണുബാധയ്ക്ക് കാരണം ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലാതിരുന്നതും ഡോക്ടറുടെ പരിചയക്കുറവുമാണെന്ന് കണ്ടെത്തിയിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ആരോഗ്യ വിജിലൻസും നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടറുടെ പരിചയക്കുറവ് ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയത്. ചാവക്കാട് മണത്തലയിൽ സഫ്ദർ ഹാഷിമിയുടെ നാമധേയത്തിലുള്ള യൂത്ത് സെന്ററും ലൈബ്രറിയും പ്രവർത്തനം ആരംഭിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. വായനശാലയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ആദ്യ മെമ്പർഷിപ്പ്, ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം ഫെയിമും മീഡിയ സിറ്റി ലഹരിക്കെതിരെ നടത്തിയ വിമുക്തി എന്ന ഷോർട്ട് ഫിലിമിൽ 2024 ബെസ്റ്റ് ആക്ടർ ജേതാവും സ്റ്റേറ്റ് ലെവൽ ഓട്ടൻതുള്ളൽ A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്ത ശ്രീലക്ഷ്മി ഏറ്റുവാങ്ങി. നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സതീരത്നം ടീച്ചർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, A മഹേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറി ഹസൻ മുബാറക് സ്വാഗതവും അമീറ സജീർ നന്ദിയും പറഞ്ഞു. പാവറട്ടി അന്നകര കടാംതോട് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കോൺക്രീറ്റ് തൂണിലിടിച്ച അപകടം. കാറിന്റെ മുൻഭാഗത്തെ ഒരു വശം തകർന്നു. ആർക്കും പരിക്കില്ല. മറ്റം പറക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ റോഡിന്റെ ഒരു വശത്തുള്ള കാനയിൽ വീഴുകയും നിയന്ത്രണം വിട്ട് സമീപത്തെ കമ്പിവേലിയുടെ കോൺക്രീറ്റ് തൂണിൽ ഇടിക്കുകയുമായിരുന്നു. കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് അപകട സ്ഥലത്ത് നിന്ന് നീക്കി. 20 വയസ്സുകാരൻ ഹൃദയാഘാതം മൂലം വിദേശത്ത് മരിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വരം കിഴക്കുഭാഗം താമസിക്കുന്ന തറയിൽ ഷെരീഫ് മകൻ ഫഹീമാണ് അജ്മാനിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത്. 2 മാസം മുമ്പാണ് ജോലി തേടി UAE-യിലെത്തിയത്. മൃതദേഹം അജ്മാനിലെ ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്കു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. മിന്നത്ത് മാതാവും ഫംന ഏക സഹോദരിയുമാണ്. എരുമപ്പെട്ടി പതിയാരം കാവാലൻചിറയിൽ മത്സ്യകൃഷിക്കായി സ്ഥാപിച്ച വലയിൽ ഈനാമ്പേച്ചി കുരുങ്ങി. അവശനിലയിൽ കണ്ടെത്തിയ ഈനാമ്പേച്ചിയെ നാട്ടുകാരുടെ സഹായത്തോടെ അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോട് രക്ഷപ്പെടുത്തി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ദിവസങ്ങളായി വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. കുളം മൂടിക്കിടക്കുന്ന വലയിൽ ദിവസങ്ങൾക്ക് മുമ്പ് മയിൽ കുരുങ്ങിയിരുന്നു. മേഖലയിലെ ഒരു വിഭാഗം കർഷകർ കുളത്തിൽ ഫിഷറീസിന്റെയും എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും അനുമതിയോടെ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കുളത്തിന് മുകളിൽ വല സ്ഥാപിച്ചത്. വല അഴിച്ചുമാറ്റി കുളം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട്
ഒരു വിഭാഗം നാട്ടുകാർ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വല നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കർഷകർക്ക് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ കർഷകർ കോടതിയിൽ നിന്ന് സ്റ്റേ നേടിയിട്ടുണ്ട്. ചെറമനങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വികാരി ഫാദർ ബെഞ്ചമിൻ OICക്ക് യാത്രയയപ്പ് നൽകി. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഇടവകയിലെ വിവിധ ആത്മീയ സംഘടനകളുടെ പ്രതിനിധികൾ ഉപഹാര സമർപ്പണം നടത്തി. ഫാദർ ബെഞ്ചമിൻ OIC നന്ദി പറഞ്ഞു. ഇടവക ട്രസ്റ്റി CV വിൽസൺ സ്വാഗതവും സെക്രട്ടറി KK പ്രിൻസ് നന്ദിയും പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിനോടനുബന്ധിച്ചൊരുക്കിയ ദീപാലങ്കാരം സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും തരംഗമാകുന്നു. പാലയൂർ പള്ളിയുടെ നടശാലയോട് ചേർന്നുള്ള കൂറ്റൻ ടവറിൽ കാണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വർണ്ണവിസ്മയം തീർത്തതിനു പിന്നിൽ തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശിയായ 17 വയസ്സുകാരൻ ബിൽജോയുടെ കഠിനാധ്വാനവും സാങ്കേതിക മികവുമാണ്. ആധുനിക സാങ്കേതിക വിദ്യയായ പിക്സൽ LED വിളക്കുകൾ ഉപയോഗിച്ചാണ് ബിൽജോ ഈ ദൃശ്യവിരുന്നൊരുക്കിയത്. ഓരോ LED ബൾബും പ്രത്യേകമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യ സ്വന്തം ലാപ്ടോപ്പിൽ പ്രോഗ്രാം ചെയ്താണ് ഈ മിടുക്കൻ വിസ്മയം തീർത്തത്. ഇത്തവണ ദീപാലങ്കാരത്തിലൂടെ ലോകകപ്പ് ഫുട്ബോളിന്റെ ദൃശ്യങ്ങൾ പുനർനിർമ്മിച്ചപ്പോൾ അത് കാണികൾക്ക് തികച്ചും പുതുമയാർന്നൊരു അനുഭവമായി മാറി. പാലയൂർ പള്ളിയിലെ ദീപാലങ്കാരത്തിന്റെ പ്രധാന ചുമതല ബിൽജോയുടെ പിതാവും ചിറ്റിശ്ശേരി സ്വദേശിയുമായ ബിജിറ്റ് കാട്ടൂക്കാരനായിരുന്നു. എന്നാൽ പിക്സൽ LED വിഭാഗം പൂർണ്ണമായും മകന്റെ കരങ്ങളായിരുന്നു. 15-ാം വയസ്സിൽ തന്നെ പിതാവിനൊപ്പം ചേർന്ന് ദീപാലങ്കാരങ്ങൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയ ബിൽജോയ്ക്ക് ഈ രംഗത്ത് ഇതിനകം തന്നെ കൈനിറയെ അനുഭവ സമ്പത്തുണ്ട്. വടക്കാഞ്ചേരിയിലെ പ്രമുഖ ലൈറ്റ് എഞ്ചിനീയറായ ഇസ്മായിൽ വടക്കാഞ്ചേരിയിൽ നിന്നാണ് പിക്സൽ LED പ്രോഗ്രാമിന്റെ അടിസ്ഥാന വിദ്യകൾ പഠിച്ചെടുത്തത്. തിരുനാളിനെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകരുടെയും നാട്ടുകാരുടെയും മനം കവർന്ന ദീപാലങ്കാരത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. പ്രായത്തെ വെല്ലുന്ന സാങ്കേതിക ജ്ഞാനവുമായി ലൈറ്റിംഗ് രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിക്കുന്ന ഈ 17-കാരന് വലിയ അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ആയിട്ട് കായിക താരങ്ങളെ ആക്കിയത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ബാക്കി യേശുദേവൻ്റെയും സ്ലീഹന്മാരുടെയും എല്ലാവരും ഇത് രൂപങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായിട്ട് ഞങ്ങൾ 1.5 ലക്ഷത്തോളം ബൾബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 8ഓളം പണിക്കാരും ഒരാഴ്ചത്തോളം സമയമാണ് ഇതിന് വേണ്ടി വന്നത്. സത്യസന്ധതയുടെ കടുംമധുരവുമായി പാടൂർ കടവ് ചായക്കൂട്ടം. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം ഉടമസ്ഥന് തിരികെ നൽകി. കഴിഞ്ഞ ദിവസം ഇവിടെ ചായ കുടിക്കാനെത്തിയ മുല്ലശ്ശേരി താണവീതി സ്വദേശി ചങ്ങരകുമരത്ത് പ്രവീണിന്റെ 2 പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെട്ടിരുന്നു. ജോലിസ്ഥലത്തു നിന്നാണ് പ്രവീൺ പാടൂർ കടവ് ചായക്കൂട്ടത്തിൽ ചായ കുടിക്കാനെത്തിയത്. പ്രവീൺ പോയതിനു ശേഷം കടവ് ചായക്കൂട്ടത്തിലെ ജീവനക്കാരൻ ഹനീഫയ്ക്കാണ് മാല ലഭിച്ചത്. മാലയുടെ ഉടമയെ അന്വേഷിക്കുന്നതിനിടയിലാണ് പ്രവീൺ കളഞ്ഞുപോയ ആഭരണം അന്വേഷിച്ചെത്തിയത്. ചായ കുടിക്കാനെത്തിയ നാട്ടുകാരും സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് മാല ഉടമസ്ഥന് കൈമാറി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റിനിത കബീർ, പഞ്ചായത്ത് അംഗം ബുഷറ അക്ബർ എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രവീൺ ഹനീഫയ്ക്ക് സ്നേഹസമ്മാനം നൽകി. സന്തോഷം പങ്കുവച്ചുകൊണ്ട് ചായ കുടിച്ച ശേഷം എല്ലാവരോടും നന്ദിയും പറഞ്ഞാണ് പ്രവീൺ മടങ്ങിയത്. മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈവേ നിർമ്മാണ ഓഫീസ് ഉപരോധിച്ചു. അകലാട് സ്കൂൾ മുതൽ ഒറ്റൈനി വരെയുള്ള സർവീസ് റോഡിന്റെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ 6 മാസത്തിലേറെയായി പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിക്കുകയും കാന നിർമ്മാണത്തിനായി കുഴിയെടുക്കുകയും ചെയ്തെങ്കിലും പല ഭാഗങ്ങളിലും പ്രവൃത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ വാഹന ഗതാഗതം ദുഷ്കരമാവുകയും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും സമീപവാസികളുടെ വീടുകളിലേക്കുമുള്ള യാത്ര ഏറെ പ്രയാസകരമാവുകയും ചെയ്തതായി സമരക്കാർ ആരോപിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ തേജ് റാത്തി പ്രസിഡന്റ് KA ആഫിക്കുമായി ഫോണിൽ സംസാരിക്കുകയും നാളെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് സമരക്കാർ ഉപരോധം അവസാനിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KA ആഫിഖ്, ജനറൽ സെക്രട്ടറി ഇസ്മയിൽ, വാർഡ് മെമ്പർ മുഹമ്മദ് അസ്ലം, ഷാഫി കൂളിയാട്ട്, മുത്തലിബ്, ഫർസിൻ എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി
കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചുവരെഴുത്തിന് തുടക്കമായി. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിധിയിൽ 500 മതിലുകളാണ് പ്രചരണത്തിന്റെ ഭാഗമായി എഴുതുന്നത്. ബ്ലോക്ക് തല ഉദ്ഘാടനം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PS സഹല അധ്യക്ഷയായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ബ്ലോക്ക് ട്രഷറർ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ, ക്രിക്കറ്റ്, കളരിപ്പയറ്റ്, വടംവലി തുടങ്ങി കായിക കലാമത്സരങ്ങളും മറ്റ് അനുബന്ധ പ്രചരണ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. ചിറമനേങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ MGM സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശത്തോടൊപ്പം കേരള സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ തൂഫാൻ കിക്ക് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം മുൻ വികാരി ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, ട്രസ്റ്റി CV വിൽസൺ, സെക്രട്ടറി KK പ്രിൻസ്, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ജിസ്നി ജോയ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന തിരുനെല്ലൂർ പ്രീമിയർ ലീഗിന് സമാപനമായി. 6 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ബൊക്ക ജൂനിയേഴ്സ് ജേതാക്കളായി. മികച്ച കളിക്കാരനായി ബൊക്ക ജൂനിയേഴ്സിലെ സൗരവിനെയും, മികച്ച ഫോർവേഡായി ഫന്റാസ്റ്റിക് FCയിലെ എബിൻ റോയിയെയും, ഡിഫൻഡറായി മുഹമ്മദൻസിന്റെ സൽമാനെയും, എമർജിംഗ് പ്ലെയറായി ബൊക്ക ജൂനിയേഴ്സിലെ ശ്രീഹരിയെയും തിരഞ്ഞെടുത്തു. തുടർന്ന് ബ്രൈറ്റൺ അക്കാദമിയും ഫന്റാസ്റ്റിക് 11 അക്കാദമിയും തമ്മിൽ പ്രദർശന മത്സരവും നടന്നു. ചരമം എരുമപ്പെട്ടി ഗവൺമെന്റ് ITIക്ക് സമീപം ആനറ്റം പറമ്പിൽ വീട്ടിൽ പരേതനായ കുഞ്ഞുമോന്റെ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. വിജയൻ, രവി, സുഗുദേവൻ, ശ്രീനിവാസൻ, രാജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.